ഹായ്, ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് കുറേ അധിക കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് ആ വീഡിയോ ആ ഡേ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. സോ രാവിലെ തന്നെ പതിവ് പോലെ എഴുന്നേറ്റു. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഞാൻ ബ്രഷ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു, അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്ലാൻസുമായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ചായയൊക്കെ കുടിക്കാൻ പോയത്. അപ്പം കുറച്ച് സമയം പ്ലാൻസിനെയൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. ഞാൻ നിറയെ പ്ലാൻസിനെ വെച്ചിട്ടുണ്ട്. പ്ലാൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു പ്രെയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ടാണ് വന്നത്. കിച്ചണിൽ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്, 2 കുഞ്ഞു മീനുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പനിക്കുറുക്കയാണ് കേട്ടോ, പനിക്കുറുക്ക. ഒരു ദിവസം ഞാൻ പ്ലാൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ വെച്ചു. ഞങ്ങളിവിടെ പൊതുവെ രാവിലെ ചായയാണ് കുടിക്കാറ്. ചിലർക്ക് കോഫി ഇഷ്ടമുള്ളവരുണ്ട്. എനിക്കങ്ങനെ കോഫി ചില സമയത്തൊക്കെ കുടിക്കും, പക്ഷെ എന്നാലും ചായയാണ് കൂടുതലിഷ്ടം രാവിലെ ടൈമിൽ. ഹസ്ബൻഡിനും കൂടുതലിഷ്ടം ചായ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞു മോനുണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും മോനുമാണ് ഇവിടെ താമസം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ പയ്യെ പറയാം, നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇതൊരു കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ ആരാണെന്നോ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല പൊതുവെ. അപ്പം അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ചായ ഇട്ടു. ഞാൻ ചായ കുടിച്ചില്ല, ചായ അന്നേരം ഇട്ട് വെച്ചു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും അപ്പം അവർ രണ്ടുപേരും ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. അപ്പം ഇതൊരു രാവിലെ ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ കുറച്ച് ദോശയുടെ കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അന്ന് ആ കുഞ്ഞിന് ദോശ ഇത് ചുട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് പുട്ടിരിപ്പുണ്ടായിരുന്നു, അപ്പം കഴിഞ്ഞ ദിവസത്തെ. അപ്പം ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം മീൻസ് നൈറ്റിൽ ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കും. മീൻസ് എൻ്റെ ആ ഒരു മോർണിംഗ് ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്താലും വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സ്ലോ മോർണിംഗ് ആയിരിക്കും എൻ്റേത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റിൽ കുക്ക് ചെയ്ത് വെച്ച്. അപ്പം ചില ടൈമിൽ നൈറ്റിൽ ഞാൻ കുക്ക് ചെയ്ത് വെക്കും, ചില സമയത്ത് ഞാൻ ഫുള്ള് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുമെങ്കിലും ചെയ്യും. അങ്ങനെയെങ്കിലും ചെയ്ത് വെച്ചാൽ എനിക്ക് പിറ്റേന്നൊരു മോർണിംഗ് നല്ല ഫ്രഷായിട്ട് നല്ല സ്ലോ ആയിട്ട് എൻ്റെ എന്താ പറയുക പ്രെയറൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഉള്ള പുട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനുള്ളത് ഇത് മാവ് ഞാൻ 2 days ബാക്ക് 1 day ബാക്ക് ഉള്ള മാവാണ്. അപ്പോൾ അത് കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ദോശയാക്കാമെന്ന് വെച്ചു കുഞ്ഞിന്. അപ്പോൾ ആ ദോശയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. അവന് ദോശ, അപ്പം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വലിയ ഇഷ്ടമാണ് കേട്ടോ. അവന് അത് എപ്പോഴും ഒന്നും കഴിക്കില്ല, പക്ഷേ ചില സമയത്തൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില ടൈമിൽ ആൾക്ക് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമല്ല. എന്നാലും ദോശയൊക്കെ ഇഷ്ടമാണ്, വലിയ താല്പര്യമില്ലെങ്കിൽ പോലും. അതാണ് ഞങ്ങളുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ദോശയൊക്കെ റെഡിയായി. ഒരു ദോശ മതി കേട്ടോ, ഒരു ദോശ അത്രയൊന്നും കഴിക്കില്ല, 1-2 വായൊക്കെ കഴിച്ചാലായി. അത് കഴിഞ്ഞിട്ട് ആൾ ഡേ കെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിഞ്ഞിട്ട് വേണം ആളിനെ വിളിച്ച് എണീപ്പിച്ച് പ്രിപ്പയർ ചെയ്തൊക്കെ വിടാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുട്ട് ഇങ്ങനെ നോക്കി, എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കാസ്ട്രോളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് എനിക്കിവിടെ പുട്ട് ഉണ്ടാക്കുന്ന പുട്ടുകുടം ആ സാധനം ഇല്ല. അപ്പം ഞാൻ അല്ലാണ്ട് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പരന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് മറ്റേ പുട്ടാണ് ഇഷ്ടം, വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പുട്ടാണ് ഇഷ്ടം. ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചായ ഊറ്റി എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങളിവിടെ ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് സമയം കൂടെ ഞാൻ അതിലങ്ങ് ഇടും, അന്നേരം ആ കടുപ്പമൊക്കെ കറക്റ്റ് ഇറങ്ങും. എനിക്കാണെങ്കിൽ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കടുപ്പമുള്ള ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ പ്ലെയിൻ ടേസ്റ്റ് അല്ലാണ്ട്. അത് പിന്നെ നല്ല പതപ്പിച്ച് അടിച്ച് അങ്ങനെ എടുക്കും, അതാണിഷ്ടം. അപ്പം അങ്ങനെ അത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്
പിന്നെ ഞാനതൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ഇങ്ങനെ ഇച്ചിരും കൂടെ കട്ടിയുള്ള ആ ഒരു ഇത് വരും. ഞങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ചായ ഇടുവാണെങ്കിൽ ഒരു 2 ടീ ബാഗ് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ചിലപ്പം എനിക്കങ്ങനെ എക്സാക്റ്റ് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് ഞാനങ്ങ് ചായ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ചായ ആയാലും ഒരുമാതിരി എല്ലാ സാധനങ്ങളും, ഞാനങ്ങനെ അത്ര പെർഫെക്റ്റ് കുക്കൊന്നും അല്ല. പിന്നെ രാവിലെ തന്നെ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ഈ വരുന്ന 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അവന് കറക്റ്റ് 2 വയസ്സാവും. അപ്പോൾ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അവന് വേണ്ടി പർച്ചേസ് ചെയ്യാനുണ്ട്. ഓൾറെഡി അവൻ്റെ ഗിഫ്റ്റും പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബട്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് വന്നാൽ ഇന്ന് ഈവനിങ് ഹസ്ബൻഡ് പുള്ളിക്കിന്ന് ജോലിയില്ല. അപ്പോൾ ഓർത്ത് വന്നാൽ ഇന്ന് ഒരു ചെറിയൊരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പാണ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഓർത്തു അത് കഴിഞ്ഞിട്ട് ചർച്ചിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഡ്രസ്സ് ചെയ്തു. ഞാൻ കുളിച്ചപ്പോൾ തന്നെ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നതാണ് വീഡിയോ എടുത്തേക്കണേ. അത് ജസ്റ്റ് പുറത്ത് പോകാൻ വേണ്ടി കേട്ടോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനങ്ങനെ വലിയ മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡാസ്ലറിൻ്റെയോ അങ്ങനെ എന്തോത്തിൻ്റെയോ കണ്ട കേട്ടോ. എൻ്റെ കുറേ ലിപ്സ്റ്റിക്കുണ്ട്, അതിലേതോ ഒരെണ്ണമാണ് ഞാൻ അപ്പോൾ ഇട്ടത്. ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും. അങ്ങനെ അത് ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ ഡോവിൻ്റെ ഒരു ക്രീമുണ്ട്, അത് ഒരു മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ക്രീം. ഇപ്പം നിലവിൽ ഞാൻ അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പം അങ്ങനെ ഫേസിൽ പണ്ടത്തെ പോലെ അങ്ങനെ പാടുകളോ കുരുക്കളോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഫേസ് നിറയെ പിമ്പിളും കുറേ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ മാർക്സും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറേ പ്രാവശ്യം കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടും അല്ലാണ്ട് എൻ്റെ അറിവിലുള്ളതൊക്കെ. അപ്പോൾ ഞാനങ്ങനെ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ. ഞാൻ യൂസ് ചെയ്ത അതൊന്നും പെയ്ഡ് പ്രമോഷനോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല പൊതുവേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് വലിയ മേക്കപ്പ് ചെയ്യേണ്ട വലിയ ആവശ്യമില്ല. സോ ജസ്റ്റ് ഒന്ന് കണ്ണ് ഒന്ന് എഴുതി, പിന്നെ പിരികം ഒന്ന് ഇത് ഷേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ടു. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ചുമ്മാ ഒരു മേക്കപ്പ് കേട്ടോ. അത് മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചുമ്മാ ഒന്ന്. ഡോവിൻ്റെ ക്രീം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അത്യാവശ്യം എനിക്ക് ഓക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങനെ അതിട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും അങ്ങനെ. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിൽ ഓക്കെയാണ്. പിന്നെ ഇപ്പം അതിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ കേട്ടോ. ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ കാണിക്കണ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് എന്തെങ്കിലും കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോസ് ഞാൻ ഇട്ട് തരാം. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബാങ്കിളാണ്. പുള്ളി അത് ഒന്നുമില്ല കേട്ടോ, അത് പേളിൻ്റെ ചുമ്മാ ഒരു ബാങ്കിൾ. അത് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരുമാതിരി എനിക്കൊന്ന് ഇപ്പം പുറത്ത് പോകുമ്പോഴെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു ബാങ്കിളാണ്. അതിങ്ങനെ വളച്ച് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനതിൽ 2-3 കൂടെ എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് ഓർഡർ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, നല്ല രസമാണ് കേട്ടോ. അത് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്, കാണുന്നവർക്ക് അറിയില്ല. ഓക്കെ, അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. എൻ്റെ കയ്യിലൊരു കറുത്ത മറ്റേ നമ്മുടെ കുപ്പിവള ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. കുറച്ച് നാളുകൊണ്ട് കുപ്പിവള ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുപ്പിവള ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതുപോലുള്ള എന്തെങ്കിലും ബ്രേസ്ലെറ്റ്സ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും
ഏതെങ്കിലും ഒരു പെർഫ്യൂം ഏതെങ്കിലും അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വാനിലയുടെയാണ് കേട്ടോ. ഇത് നല്ല മണമാണ്, പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇവിടെ നമ്മുടെ അടുത്ത് ഡോളറാമ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് പെർഫ്യൂമിൻ്റെയൊക്കെ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു പെർഫ്യൂമൊക്കെ ഇതാക്കിയിട്ട് പിന്നെ പയ്യെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി പോവായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇന്ന് ഈവനിങ് ബിരിയാണിയും ചെറിയൊരു പായസമൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇവിടെ ഒരു പാർട്ടിയായിട്ടോ ഫങ്ഷനായിട്ടോ ഒന്നും നമ്മൾ നടത്തുന്നില്ല കേട്ടോ. അപ്പോൾ ചുമ്മാ നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എവിടെ പോയാലും ഒരു കുപ്പി വെള്ളം എപ്പോഴും നമ്മൾ കൈ കരുതാറുണ്ട്. അതിപ്പോൾ അടുത്ത് പോയാലും ഇച്ചിരി ദൂരെ സ്ഥലത്ത് പോയാലും ഒക്കെ. അപ്പം അടുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ കൊച്ചൊരു ബോട്ടിലായിരിക്കും കൊണ്ടുപോകണം. ഞങ്ങൾക്ക് 2 പേർ കൂടി. ദൂരെ ആണെങ്കിൽ ഇച്ചിരി വലിയൊരു ബോട്ടിലെടുക്കും. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഇത് ഞാൻ ഇങ്ങനെ സിഗ്നലിൽ കിടന്നപ്പോൾ ഓർത്തേ കേട്ടോ, വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അന്നേരം പിന്നെ വിചാരിച്ചു ചുമ്മാ ഒരു ക്ലിപ്പ് എടുക്കാമെന്ന്, അങ്ങനെ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് മോനെ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്തു. അന്നേരം അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അവിടെ അവരുടെ ഡേ കെയറിൽ. സോ അതങ്ങ് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിലും പോയായിരുന്നു കേട്ടോ. ചർച്ചിൽ പോയിട്ട് വന്നു, പിന്നെ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി വെച്ചത് അത്യാവശ്യം തിരക്കേടില്ലായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ആക്കിയിട്ട് ഈവനിങ് ആയപ്പോഴത്തേന് ഫ്രണ്ട്സിന് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. പിന്നുള്ളത് പായസം നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കുമായിരുന്നു ചെയ്തത്. അല്ലാണ്ട് പായസം ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് ജസ്റ്റ് അവർ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കാറാണ് പതിവ്. പിന്നെ അതല്ലേ കുറേയും കൂടി ഈസി. പിന്നെ പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ അമ്മയൊക്കെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പം 2 അമ്മമാരുണ്ടാക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ അവർ ഫുഡ് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പം എപ്പോഴെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ എന്താ പറയുക, കുറേ സിഗ്നേച്ചർ ഡിഷസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാമേ. പിന്നെ ഞാൻ പായസം വെക്കാൻ പോവാണ്. പായസത്തിന് 1 പാക്കറ്റേ എടുത്തിട്ടുള്ളൂ. 1 പാക്കറ്റല്ല, 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് ഇതാക്കിയിട്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ട് പാലൊഴിച്ച് കലക്കി. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു പായസത്തിന്. അതേ ഉള്ളൂ എനിക്കൊരു പോരായ്മ പോലെ തോന്നിയത്. ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇച്ചയാണെങ്കിൽ അവിടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ വഴിയെ ഞാൻ ഇടാം. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചെറിയൊരു ഫങ്ഷനാണ്, വളരെ ചെറിയ, ഞങ്ങൾ 3 പേരും മാത്രമായിട്ടുള്ള ചെറിയൊരു ഫങ്ഷനാണ്. പിന്നെ അതിൻ്റെ വീഡിയോ വഴിയെ പോസ്റ്റ് ചെയ്യാം എന്തായാലും. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.